ഈ മമ്മൂട്ടി പറയുന്ന ആള് ശ്രീകുമാർ നമ്പി പറഞ്ഞാണ് KG ജോർജിനെ വിളിച്ചു പറഞ്ഞ KG ജോർജ് അവിടുത്തെ ഈ ബുദ്ധിയിൽ എല്ലാം വെള്ളം ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത അവാർഡ് മമ്മൂട്ടി കിട്ടി. വടക്ക് വീരവാദിൽ മോഡൽ കിട്ടുന്നതാണ്. ഓൺലൈൻ മീഡിയനെ എന്നെ കോമാളിയാക്കി മാറ്റിയത്. നമ്മുടെ വനിതാ തിയേറ്റർ എന്ത് ചെയ്യുന്ന ഈ പാപ്പരാശിയിലാണ് സാബുവൻ പറഞ്ഞത്. എന്റെ എതിരാളിയാണെങ്കിൽ ഞാൻ പറയാം ശരിയാണ്. ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്ന അറിയില്ല. എന്നിട്ട് നമ്മൾ പറയാത്ത കാര്യം ഇപ്പൊ അമിത് ചാക്കിലൊക്കെ ആക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇവ ഭയങ്കര തലയാണ് എന്റെ ഒപ്പം പഠിച്ചത്. ഇവര് പറഞ്ഞറിയാം അമിത് ചാക്കിൽ പറഞ്ഞു ആലാട്ടർ പണ്ടേ കോഴിയാണ്. ഇല്ലാത്ത കാര്യമാണ്. ഇന്ന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിസരബോധം ഇല്ലാതെ പല ചേഷ്ടകളിലും കളികളിലും ഏർപ്പെടുന്ന ആൾക്കാർ ജെൻസി പിള്ളേരാണ്. പക്ഷേ 80s 90s കിഡ്സിന് അത് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് നിങ്ങൾ പഴഞ്ചനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതലമുറ അല്ലാത്തത് കൊണ്ടാണ്. അവർ കുറ്റമാണ്. അവർ ജനിച്ച സമയത്താണ് ഫേസ്ബുക്ക് ഇതെല്ലാം വന്ന അവരുടെ ഈ സോഷ്യൽ മീഡിയ അവർ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ദേ ആർ ഗുഡ് ഇൻ ടെക്നോളജി ഗുഡാണ്. ഇവർ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇത് കുറഞ്ഞു. ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴേക്കും എന്തൊക്കെ അവസ്ഥ അറിയില്ല. ഒരു പെണ്ണിന്ന് ആളിതാ ജീവിക്കാം, പക്ഷെ ഒരു ആണെന്ന് പെണ്ണിതാ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുന്നിടത്താണ് അവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടാവും പലരിലും. അപ്പൊ അവർക്ക് ആ ഒരു സഹനശക്തി ടോളറൻസ് കുറച്ച് കൂടുതലാണ്. ഒരു പ്രോബ്ലം വരുമ്പോ ആണെങ്കിൽ കുറച്ച് ലോജിക്കലി എത്തി, പെണ്ണുങ്ങൾ വളരെ ഇമോഷണലോ എല്ലാവരും അല്ല. ഞാൻ 2K കേസ് അവർക്ക് ട്രൂ ലവ് ഒന്നുമില്ല, പക്ഷെ അവർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് അല്ല. ഈവൻ ഒരു ബ്രേക്കപ്പ് വന്നാൽ പോലും ആൾ കുറയുണ്ട്. പണ്ട് ഒരുപാട് ആത്മഹത്യ ഉണ്ടായി. പിന്നെ പണ്ടല്ലേ നിരാശാകാവന്മാര്. ഇപ്പൊ നമ്മുടെ കോളേജിൽ നമ്മളെടുത്ത് നോക്കിയാലും കഞ്ചാവ് എടുത്തിറക്കുന്ന എന്താ ഇതാണ് ഒരു സിൻസറാണ്, ട്രൂ ലവ് ആണ്. പക്ഷെ അത് വേറെ ലോജിക് ഉണ്ടാവില്ല, ഇമോഷൻ മാത്രം. അതെ ഇമോഷൻ മാത്രമാണ്. എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ തന്നെ. അതുപോലത്തെ കാര്യങ്ങളാണ്. 2 ദിവസം എന്റെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വളരെ മോശം കാര്യമാണ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് കുറച്ച് ദിവസങ്ങളെ തീരാനുള്ളൂ. ഞാനും കൂടെ പങ്കെടുത്ത സീസൺ ആയതുകൊണ്ട് എനിക്ക് ആകാംക്ഷയുണ്ട്. എന്താണ് സന്തോഷ് വർക്കിക്ക് ഞങ്ങളുടെ സീസണെ കുറിച്ച് പറയാനുള്ളത്? BB7 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ രേണുസുതിയാണ് ആദ്യം പ്രതീക്ഷ. നിങ്ങളുടെ പേരായിരുന്നു. രേണുസുതി ഇടയ്ക്ക് വെച്ച് പോകുന്നു വിചാരിച്ചില്ല. ഇനി എനിക്ക് തോന്നുന്നു അനുമോൾ ചാൻസ് ഉണ്ട്. എന്താണ് അനുമോളിനെ കുറിച്ച് അങ്ങനെ തോന്നാൻ കാര്യം? അനുമോൾ അവിടെ ശരിക്കും ഒരു ഗെയിം സ്ട്രാറ്റജി കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കളിക്കുന്നുണ്ട്. എല്ലാവരും ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. ഇവൻ ലക്ഷ്മി എന്റെ ഫ്രണ്ട് ആണെങ്കിലും ലക്ഷ്മിയുടെ അപ്രോച്ചോട് എനിക്ക് പറഞ്ഞാൽ ശരിയായില്ല. അതായത് അവർ ഇത്രയും പറഞ്ഞിട്ട് അവർ പുറത്താക്കിയിട്ടുമില്ല. അതാണ് മനസ്സിലായി. വേറെ എത്ര പേര് പുറത്താക്കി, നിങ്ങളെ പുറത്താക്കി, മസ്താനി പുറത്താക്കി, എന്തുകൊണ്ട് ലക്ഷ്മി പുറത്താക്കുന്നില്ല? ഇതെല്ലാം ഒരു തരത്തിലുള്ള ഒരു മീഡിയ കളി, ഒരു കളി തന്നെയാണ്. പൊതുവെ ബേസിക്കലി ബിഗ് ബോസ് ആണ് വളരെ നെഗറ്റീവ് ആയിട്ട് പ്രോഗ്രാമാണ്. സാറ്റിസ്ഫോൺ അത് നടത്തുന്ന എനിക്ക് ആ ഒരു കാര്യത്തിൽ ലാലേട്ടന് വിയോജിപ്പുണ്ട്. എന്തിനാണെങ്കിലും പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യണം. ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ വേറൊരു പ്രോഗ്രാം ഹിറ്റ് അടിക്കത്തില്ല. BB7 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊന്നും ജനങ്ങളുടെ കുഴപ്പമാണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. കാലഘട്ടത്തിന് ചെറിയ 2000 കഴിഞ്ഞാണ് ചേഞ്ച് നോട്ട് ചെയ്ത സാഡിസം. ഇന്നിപ്പോ 2K പിള്ളേരായാലും ഇപ്പൊ ഇവര് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് അതാ മനസ്സിലാവാത്തത്. എന്റെ ഗെയിമിനെ കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത്? എന്റെ ഗെയിമിനെ കുറിച്ച് പോയി ഞാൻ മുഴുവൻ നിൽക്കുന്ന വിചാരിച്ചത്. ഓക്കെ ശരി. ഇതിലൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് എപ്പോഴും. ജനങ്ങൾ ഇപ്പൊ ഇന്നലെ തന്നെ എവിക്ഷൻ നടന്നു. കഴിഞ്ഞ ദിവസം എവിക്ഷൻ നടന്നു. ജിഷനും അഭിലാഷും പുറത്തായി. ഞാൻ അവിടെ അകത്തു നിന്നും പുറത്തു നിന്നും കളി കണ്ട ആളായതുകൊണ്ട് പറയുകയാണ്, അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഗെയിമറായിരുന്നു. അയാൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, നുണ വരുന്നു, അതൊക്കെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും, നന്മമരം കളിക്കും, എന്നിട്ട് മറ്റേ റൂമിൽ പോയിരുന്ന് നോമിനേറ്റ് ചെയ്യും. ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോഴും ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് വോട്ടാണ്, ജനങ്ങൾക്ക് 80% അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളല്ലേ ഇത് തീരുമാനിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ ഇവരൊക്കെ കളിച്ചിട്ട് പുറത്താകുന്നത്. തീർച്ചയായിട്ടും കളിച്ചിട്ടും പുറത്താണ്. എല്ലാം ജനങ്ങളുടെ കുഴപ്പമാണ്. ഇപ്പൊ സിനിമാക്കാരൻ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഈ മാസ് സൈക്കോളജിയാണ്. പലരും മണ്ടന്മാരെ നിന്നു കൊടുക്കുക. അതെ ഇപ്പൊ തന്നെ മാർക്കോ ഒരിക്കലും ഞാനൊക്കെ പണ്ട് ഇതുപോലുള്ള മൂവീസ് ഞാൻ മാർക്കറ്റിംഗ് ഓക്കെ ഫൈൻ. എന്നാൽ എംബ്രാനേക്കാളും വയലൻസ് ഉള്ളതായിരുന്നു മാർക്കോ അല്ലെ. നല്ല വയലൻസ്, ഫുൾ വയലൻസ് ആണ്. അതിൽ കുട്ടികളുമായിട്ടിരുന്ന് സിനിമ കണ്ടവരെ എനിക്കറിയാം. അതായത് 4-5 വയസ്സുള്ള അല്ലെങ്കിൽ 7-8 വയസ്സുള്ള കുട്ടികൾക്ക്, തിരിച്ചറിവായിട്ടുള്ള കുട്ടികളെ ഇരുത്തിക്കൊണ്ട് സിനിമ കാണുന്ന ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് എന്താണ് ഇവർ കാണിക്കുന്നത്? അവർ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അവരത്. അല്ലെങ്കിൽ അതിലെ നായകൻ പ്രൊമോഷൻ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ മഞ്ജുവാരൊരു സിനിമ ഇറക്കി ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് അഡൽ കണ്ടന്റ് ഉണ്ട്, കയറുമ്പോൾ അഡൽ കണ്ടന്റ്. പക്ഷെ മഞ്ജുവാർ എന്താ ചെയ്തെന്നറിയാവോ? ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവർ പ്രൊമോഷൻ കൊടുത്തു, ഇത് 18+ ആണ്, കുട്ടികളുമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നല്ല, അതുകൊണ്ട് ദയവായി നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികളെ സ്മാർട്ട് ഫോൺ വന്നുകൊണ്ട് ഇങ്ങനെ പല കാര്യം പിള്ളേർ കാണുന്നുണ്ട്. ആ പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സമൂഹം പൃഥ്വിരാജിന്റെ മക്കളെ ഈ ഇത് കാണിക്കില്ല. അപ്പൊ അതേപോലെ അലങ്കൃതയെ ഒരിക്കലും പൃഥ്വിരാജിന്റെ സിനിമകൾ കാണിക്കത്തില്ല. അതേപോലെ മറ്റേ അപ്പൊ അയാൾ അവിടെ സെൽഫിഷ് ആവുകയല്ലേ. അയാൾ ചെയ്ത സിനിമകൾ വേറെ ആൾക്കാർ അയാൾ അച്ഛൻ നിലയിലത് ചെയ്യുമ്പോൾ ഓരോ അച്ഛന്മാരും അത് ചെയ്യണം. അത് ആരില്ല. അദ്ദേഹം ഒരു മാതൃകയായ ഫാദറാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഫോൺ വന്നോടെ ഇതെല്ലാം ഈസിലി വിസിബിൾ ആണ്. ഒരു പിള്ളേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ OTT ഒരു നിയന്ത്രണവും ഇല്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ തിയേറ്ററിൽ കട്ട് ചെയ്ത് കാണിക്കുന്ന പല സിനിമകളും OTT ഫുള്ളോടെ കിട്ടും. അത് വലിയൊരു ശാപമാണ് നമ്മുടെ മൂവി ഇറങ്ങിയപ്പോ. അതെ അതുപോലെ ഈ പറഞ്ഞ മാർക്കോയിൽ കട്ട് ചെയ്ത പല സീനുകളും
അങ്ങനെ ഇപ്പൊ പിന്നെ കൂടാതെ ഈ വയലൻസ് ഇഷ്ടപ്പെട്ട എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് വയലൻസിൽ എസ്തെറ്റിക്സ് ആണ്. വയലൻസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? വയലൻസിൽ എങ്ങനെയാണ് എസ്തെറ്റിക് സെൻസ് ഇവർ കാണുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ അശ്വന്ത് ഗോക്കിനെ ഞാൻ ജയിലർ മൂവി അങ്ങനത്തെ മൂവി അയാൾക്ക് വയലൻസ് എസ്തെറ്റിക് ആയിട്ട് തോന്നുന്നു. നമ്മളിപ്പോ നമ്മുടെ സിനിമകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് പിന്നെ പ്രോഗ്രസീവ് ആയിട്ട് പോകുന്നുണ്ട്. നല്ല നല്ല കലാവർക്കുകളും ആർട്ടുകളും എല്ലാം ഉണ്ട്. പണ്ടത്തെ പോലെ ഡബിങ് ആയാലും എഡിറ്റിംഗ് ആയാലും ഈ പറയുന്ന എന്ത് VFX ഒക്കെ വേറെ ലെവൽ. ഇപ്പൊ ലോക സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം, എങ്ങനെയാണ് അശ്വന്ത് ഗോക്കിന് മോശ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു റൊമാൻസ് എന്ന പടം ഇതുപോലൊരു അട്ട ഫ്ലോപ്പ് മൂവി ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ റിവ്യൂ ചെയ്ത ഒരാളും കൂടെ. മോശമാണ് കാതൽ, കണ്ണൂർ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് ആണ് അയാൾ പറഞ്ഞത്. കാതൽ വളരെ ഞാൻ ചോദിക്കട്ടെ, ഭീഷ്മ ഈ പറഞ്ഞ പോലെ ലെജൻഡ് ആയിട്ടുള്ള ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു കമ്മ്യൂണിറ്റി പ്രദാനം ചെയ്തുകൊണ്ട് കൊടുത്തിട്ട് ആ പടത്തിൽ ഓടിയുണ്ട്. ഈ കോക്കിനെ എന്തിനാണ് സിനിമാക്കാർ പേടിക്കുന്നത്? സിനിമാക്കാരാണ് കോക്കിനെ വളർത്തിയത്. സിനിമാക്കാർ തന്നെയാണ് വളർത്തിയത്. അതായത് ഞാൻ പറയുന്ന പോലെ റിവ്യൂവേഴ്സ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, റിവ്യൂവേഴ്സ് വേണം. പക്ഷെ നമ്മളൊരു ഞാൻ പറയട്ടെ, ഈ റിവ്യൂ കണ്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് എൻജോയ് ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ പറ്റില്ല. ഞാൻ ഒരിക്കലും റിവ്യൂ കണ്ടല്ല പടം പോകണം. ഒരു സിനിമ കാണാതെ പറയാൻ പറ്റില്ല. ഇപ്പൊ ആറാട്ടൻ മൂവി ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കണ്ടു നോക്കണം. ചിലപ്പോ ഇപ്പൊ തുടരും പോലെ മൂവി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെട്ട പടം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പടം കാണാതെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ റിവ്യൂ ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല. ടിനു പാപ്പച്ചു ഒരിക്കൽ പറഞ്ഞാൽ ഞാനായാലും കോക്കായാലും കൊടുക്കുന്ന ആക്ച്വലി അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്, അത് റിവ്യൂ അല്ല. ഇവിടെ റിവ്യൂ ആണ്. ജോയ് മാത്യു പോലെ ആൾക്കാർക്ക് റിവ്യൂ ആണ്, വേൾഡ് സിനിമയിലെ കണ്ട് അല്ല. പക്ഷെ റിവ്യൂ സബ്ജക്റ്റീവ് ആണ്. ഈ ഡാൻസ് വിനാസം പറഞ്ഞ പോലെ സബ്ജക്റ്റീവ് ആണ്. ഓരോരുത്തർക്ക് മാർക്കൊണ്ടിരിക്കും. അത് കാണാതെ പറയുന്ന അർത്ഥമില്ല. തീർച്ചയായിട്ടും ടൈം ഇല്ലാതെ വരുമ്പോൾ പ്രശ്നം. കാരണം ഒരാഴ്ച 10-12 പടം ഇറങ്ങുമ്പോ എല്ലാം കാണാൻ പറ്റില്ല. വളരെ ബിസി ആയിട്ട് IT പ്രൊഫഷണൽസ്. നമ്മുടെ ലാലേട്ടൻ ഇറക്കിയ ഒരു പടം മോൺസ്റ്റർ, അതിനകത്ത് ലെസ്ബിയൻ കപ്പിൾസിന്റെ സാധനം പറയുന്നതുകൊണ്ട് തന്നെ ആ പടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഫാൻസ് പകുതി ഇറങ്ങിയപ്പോൾ തന്നെ പടം പൊട്ടിയെന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ അന്ന് റിവ്യൂ എടുക്കാൻ നിൽക്കും, ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക. അതോടുകൂടി തിയേറ്ററുകാർ അത് നിരോധിച്ചു. അതേപോലെ ഒരു ഫിലിം ഉണ്ടല്ലോ, തമിഴ് പടത്തിൽ മോളെ മരിക്കുന്നു പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്ക് പ്രശ്നമായി. അതെ, ഇത് മോൺസ്റ്റർ പൊട്ടിയെന്ന്. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മനസ്സിലായി, പ്രണയ മൂവി പ്രൊമോട്ട് ചെയ്തില്ല, വില്ലൻ സിനിമ പ്രൊമോട്ട് ചെയ്തില്ല. ഇത് ഇപ്പൊ അജിത്തിന്റെ ഒക്കെ പടമൊന്നും അദ്ദേഹം വേറെ ഒരു കാര്യത്തിന് അദ്ദേഹം പോകത്തില്ല. അദ്ദേഹം താല്പര്യമില്ല. ഇഷ്ടം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വിജയിക്കട്ടെ എന്നുള്ള ചിന്താഗതിയാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ പിന്നെ ഒരു ഗുണമുണ്ട്, ഒരു കാര്യമുണ്ട്. സിനിമ എന്ന് പറഞ്ഞത് ഒരു നടന്റെ മാത്രം വയറ്റിപ്പഴപ്പല്ല. 500 ടീമുകൾ വർക്ക് ചെയ്യുന്നതാണ്. അവർക്ക് ഇവരെല്ലാം വർക്ക് ചെയ്തിട്ട് അവസാനം കേട്ട് കൊണ്ടുപോകുന്ന ആക്ടേഴ്സ് ആക്ട്രസ്മാരുമാണ്. കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആക്ടേഴ്സിനാണ്, റെക്കഗ്നേഷൻ കിട്ടുന്നില്ല. അതെ. പിന്നെ അവര് പറയുന്ന അവരുടെ ഫെയിം യൂസ് ചെയ്യത്ര, എങ്ങനെ ഫെയിം ഉണ്ടാകുന്നു? ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമാണ് ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. അയാൾക്കൊന്നും കാശും കിട്ടിയിട്ടില്ല. ഒരു വാടക വീട്ടിൽ കടന്നാൽ പുള്ളി വെച്ചു. സ്ക്രിപ്റ്റ് റൈറ്ററാണ് തുടങ്ങേണ്ടത്. പക്ഷെ അവസാനം കേട്ട് പോയി കൊണ്ടുപോകുന്ന നടന്മാരാണ്. ഇപ്പൊ പത്മരാജന്റെ പല പടങ്ങളും ഈ ഞാൻഗന്ധർവൻ ഉൾപ്പെടെ തിയേറ്ററിൽ ഫ്ലോപ്പായ പടങ്ങളാണ്. പക്ഷെ അത് ഇന്നത്തെ ജനറേഷന് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഇന്ന് അദ്ദേഹത്തിനെ ഇന്നത്തെ തലമുറ അദ്ദേഹത്തിന്റെ പല പടങ്ങളും ആരാധനയോടെ കാണുന്നു. കണ്ട പടങ്ങൾ തന്നെ പലവട്ടം. ഇപ്പൊ നമുക്ക് ഓർക്കാൻ മുന്നിട്ട് തോപ്പ്, ഈ പറയുന്ന തൂവാനത്തുമ്പികൾ, മണ്ണാർത്തോടി ജയകൃഷ്ണൻ, ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് 80s കിഡ്സ് 90s കിഡ്സിന്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു സ്വപ്നമാണ് പത്മനാഭൻ. നമ്മൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യേണ്ടത് 80s പ്രൊമോട്ട് ചെയ്യേണ്ടത് 90s. ജനറേഷൻ കോംപ്ലക്സ് ഉണ്ട്, അവരുടെ ആൾക്കാർ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ അമ്മാമാരും അമ്മായികളാണ് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന റെന ഫാത്തിമ. ഞാൻ അവളെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്, എന്റെ കണ്ടസ്റ്റന്റ്. അവളിപ്പോ 50 ഡേയ്സ് ആയപ്പോൾ അവൾ ഔട്ടായി. പക്ഷെ അവളുടെ ഒരു പ്രശ്നം, ആദ്യം വന്നപ്പോൾ അവൾ മുൻഷി രഞ്ജിത്തുമായിട്ട് ഉടക്കി. മുൻഷി രഞ്ജിത്ത് ഉടക്കാന കാരണം 19 വയസ്സുള്ള കുട്ടിയെന്ന് അവൾ വിളിച്ചതാണ്. അവൾക്ക് ഈ പറഞ്ഞ ഈഗോ ഹേർട്ടായി. അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കര ഒരു സ്പർദ്ധ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എനിക്കൊന്ന് രഞ്ജിത്ത് ഔട്ടാകാനുള്ള ഒരു കാരണങ്ങൾ, വോട്ട് കുറവുള്ള കാരണങ്ങൾ ഒരു പക്ഷെ അതും കൂടെ ആവാം. പക്ഷെ അവള് അതായത് എന്നെ ഇടാന്ന് അച്ഛൻ വിളിച്ചാൽ ഞാൻ തിരിച്ചിടാന്ന് വിളിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് ഗെയിമിന് വേണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിന് അത് ഒതുങ്ങുന്ന ഒരു സാധനമല്ല. അതെങ്ങനെയാണ് സ്നേഹമുള്ള ഒരു ഫാദർ ദേഷ്യപ്പെടേടി നീ അത് മാറ്റി വെക്കടി എന്ന് പറഞ്ഞാൽ ഉടനെ പോടാ എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല. നമ്മൾ വിനയം കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. അങ്ങനൊരു സമൂഹത്തിലാണ് നമ്മൾ വളരുന്നത്. നമ്മൾ സദാചാര ഓളികളോ അല്ലെങ്കിൽ
സാമൂഹ്യ പരിഷ്കർത്താക്കളൊന്നും അല്ല. എങ്കിലും ചില നിയമമല്ല, അതൊരു സ്നേഹമാണ്. നമ്മൾ അച്ഛനെ ബഹുമാനിക്കുക, അമ്മയെ ബഹുമാനിക്കുക. ലാലേട്ടൻ മമ്മൂക്ക പോലും ഒരു സ്നേഹം കൊണ്ടാണ്. നമ്മൾ എത്ര വയസ്സിന് മൂത്ത ആൾക്കാർ വരെ അദ്ദേഹത്തെ ലാലേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ പ്രായമുള്ളായിരിക്കും ചിലപ്പോൾ, എങ്കിലും എനിക്ക് അദ്ദേഹം ഏട്ടാന്ന് വിളിക്കുന്നത്. പക്ഷെ ലാലേട്ടൻ എന്റെ മോള് ലാലേട്ടാന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് അത് നാച്ചുറലി ഉണ്ടാവേണ്ട ഒരു സാധനമല്ലേ. അപ്പൊ ഈ ജെനിസഡ് അല്ലെങ്കിൽ ഈ ജെൻസി എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആളാണ് ഞാൻ. എന്നെ എന്തൊക്കെയാ പറയാൻ അറിയോ, ഇവർ എന്റെ ട്രോൾ മാത്രം കണ്ട് ഇവർ എന്തൊക്കെയാ പറയുന്നത്. അതെ ഞാൻ ഒരു ഇന്ന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിസരബോധവും ഇല്ലാതെ പല ചേഷ്ടകളിലും കളികളിലും ഏർപ്പെടുന്ന ആൾക്കാർ ജെൻസി പിള്ളേരാണ്. പക്ഷേ 80s 90s കിഡ്സിന് അത് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് നിങ്ങൾ പഴഞ്ചനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതലമുറ അല്ലാത്തത് കൊണ്ടാണ്. അവർ കുറ്റം അവർ ജനിച്ച സമയത്താണ് ഫേസ്ബുക്ക് ഇതിൽ വന്ന അവരുടെ ഈ സോഷ്യൽ മീഡിയ അവർ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ദേ ആർ ഗുഡ് ഇൻ ടെക്നോളജി ഗുഡാണ്. ഇവർ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇത് കുറഞ്ഞു. ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴേക്കും എന്തൊക്കെ അവസ്ഥ അറിയില്ല, തന്നെ മനുഷ്യത്വം ഇല്ല. അവരോട് വരുമ്പോഴേക്കും എന്തൊക്കെ അവസ്ഥ അറിയില്ല, മനുഷ്യത്വം ഇല്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പേടിച്ചിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം എന്താകും എന്തായിരിക്കും അവരുടെ ജനറേഷൻ. കാരണം അവരോടും നമുക്ക് ഹാൻഡിൽ വിത്ത് കെയർ ആണ്. ഇന്നത്തെ ടീച്ചർമാരെ വരെ മാറിയിരുന്നു സ്കൂളിലെ. കാരണം കുട്ടികളോട് അടമനായിട്ടൊന്നും പറയാൻ പറ്റില്ല. കുട്ടികളെ പറ്റത്തില്ല, അവർ ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ല, പിന്നെ അവർ കൂട്ടമായി മാറുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പെണ്ണുങ്ങൾ കുറച്ച് ഫ്രീഡം കിട്ടുന്നുണ്ട്. പണ്ട് ജനറേഷൻ അതില്ല. പക്ഷെ ഫ്രീഡം മാക്സിമം ദുരുപയോഗം ചിലര്, എല്ലാവരും അല്ല, ചിലര്. ഇപ്പോ എനിക്ക് തോന്നുന്നു അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മിക്കവർക്ക് കല്യാണം പോലും വേണ്ട. ഇപ്പൊ ആണുങ്ങൾക്ക് കല്യാണം വേണം, പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പണ്ട് ബൈബിളിലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പെണ്ണ് ഭരിക്കുന്ന ഒരു കാലം വരും, അന്ന് പുരുഷന്മാർ ഓടും. എനിക്ക് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് പോകണം. അതെ, ഈക്വൽ ആയിട്ട്. പിന്നെ അത് നടക്കുന്നില്ല. പണ്ട് ആണുങ്ങൾ ഡോമിനേറ്റ് ചെയ്തു, ഇപ്പൊ ഇക്വാലിറ്റി വരുന്നത്. ഇവര് ഈ ഫെമിനിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് WCC പോലും അത് ജെന്യൂൻ അല്ല. ഈ പാർവതി തിരുവനന്തപുരം കേസ് ഞാൻ പറയാം, അവർക്ക് അബ്യൂസ് നടന്നുണ്ട് ചെറുപ്പത്തില. അത് അവര് വളരെ ട്രോമയായിട്ട് മാറിയിട്ടുണ്ട്. നീഡ് കൗൺസിലിംഗ് അത് പുരുഷവിരുദ്ധമാണ്. പക്ഷേ സാന്ദ്ര തോമസ് അങ്ങനെയല്ല, ജെന്യൂൻ ആയിട്ട് ചെയ്യണം. ഈ WCCയിൽ ഒരു പുരുഷവിരുദ്ധത വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഫിലിം ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെയും പാർവതി തിരുവനന്തപുരം. ആ പടം ഇവര് നോൺ കോപ്പറേറ്റീവ് കൊണ്ട് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ സ്ത്രീക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. അതിനെ കുറിച്ച് അവർ മിണ്ടിയില്ല. അങ്ങനെ ബയസിംഗ് ഉണ്ട്. പക്ഷെ മലയാളം സിനിമയിൽ ജെന്യൂൻ ആയിട്ട് പറയുന്നത് ഫിലിം ഉണ്ട്. ഇവര് ഭയങ്കര ഇറസ്പോൺസിബിൾ ആയതുകൊണ്ട് ആ സിനിമ ഭയങ്കര നഷ്ടമുണ്ടായി. അതുപോലെ ഹേമ കമ്മിറ്റിയിൽ WCC കാരണമാണല്ലോ, WCC ഇന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. WCC ആരാണ് കാസ്റ്റിംഗ് കൗച്ച് അപ്രോച്ച് ചെയ്ത് പറയുന്നില്ല. അതെ, അത് അവർക്ക് പേടിയുണ്ട്. അവർ പറഞ്ഞു അവര് പേടിച്ചിട്ട് അവരെ കുറെ നാൾ ഒതുക്കിയിട്ടില്ലേ. എത്ര സിനിമകളാണ് അവർ, അതായത് ഒരു പൊട്ട നായികമാരെ വെച്ച് നല്ല പടങ്ങൾ. ഞാൻ ചോദിക്കുന്ന പോലെ നമ്മുടെ ARMO അല്ലെങ്കിൽ അതുപോലെ സിനിമകൾ എത്രയോ നല്ല, അതൊക്കെ പാർവതി തിരുവോത്തിന് കൊടുക്കേണ്ട പടങ്ങളാണ്. അതൊക്കെ ARM ആയാലും മറ്റേ ഇദ്ദേഹത്തിന് നരിവേട്ട, അങ്ങനെ കുറെ പടങ്ങൾ, ടോവിനോടെയൊക്കെ പടങ്ങൾ. ഞാൻ ഓർക്കടാ, ഇതിൽ എന്തിനാണ് ഈ നായിക? പാർവതിയൊക്കെ ഒരു നായികയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചാർലി പോലെ പടങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ പോലെ പടങ്ങൾ എടുത്താൽ സിഗ്നേച്ചർ ആണ്. അതുപോലുള്ള പടങ്ങൾ വന്നിട്ട് അവർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് കഴിഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മലയാള സിനിമ വേണ്ടേ? പുരുഷാധിപത്യം എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയില് സമ്മതിക്കാത്തല്ലേ ഇപ്പോഴും വന്നിട്ടില്ല. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഗൗരിയമ്മ ചീഫ് മിനിസ്റ്റർ സമ്മതിച്ചില്ല. ഹിലാരി ക്ലിന്റൺ എന്തായിരുന്നു കുഴപ്പം? എത്രയോ നല്ല സൂപ്പർ. അതിന് പകരം ആ കളവനായിട്ടുള്ള ബൈഡനും അതോടൊപ്പം ഇപ്പൊ ഇരിക്കുന്ന ആളുണ്ടല്ലോ ട്രംപ്, ഇയാളേക്ക് എന്തിനാണ് 10-80 വയസ്സുള്ള? അതിന് മെയിൻ കാരണം റിലീജിയനാണ്. എല്ലാ റിലീജിയനിലും പുരുഷാധിപത്യം ഉണ്ട്. നമ്മള് വളർന്നതും ജനിച്ചതും ചില കാര്യത്തിൽ ആണുങ്ങളാണ്, ചില കാര്യത്തിൽ പെണ്ണുങ്ങളാണ്. ഇപ്പൊ ഇമോഷൻസ് റീഡ് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് പറ്റും, ഇമോഷൻസ് റീഡ് ചെയ്യാം, മൾട്ടി ടാസ്കിങ് പറ്റും, പല കാര്യങ്ങളും. ഏറ്റവും വലിയ പ്രത്യേകത ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. മെന്റലി സ്ട്രോങ് ആണ്. ആണുങ്ങളെക്കാട്ടും മെന്റലി സ്ട്രോങ് ആണ്. ആണുങ്ങളെക്കാട്ടും മെന്റലി സ്ട്രോങ് പെണ്ണുങ്ങളാണ് എനിക്കാണ് തോന്നുന്നത്. പിന്നെ അവർക്ക് മൾട്ടി ടാസ്കിങ് ഒരു സമയത്തിന് പല കാര്യം ചെയ്യാൻ പറ്റും, ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റും. ആണുങ്ങൾ ഫിസിക്കലി ആണ് ഈ സ്ട്രോങ്. പിന്നെ ആണുങ്ങളുടെ ഗുണം പറഞ്ഞ ഒരു പ്രോബ്ലം വരുമ്പോ പെണ്ണുങ്ങൾ വളരെ ഇമോഷണലാണ്, ആണുങ്ങൾ ലോജിക്കലി ചിന്തിക്കും. ഞാനിപ്പോ BB-യിൽ ഒനീൽ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അവിടെ 40 to 43 ഇയേഴ്സ് പുള്ളിക്കുണ്ട്. ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ എനിക്ക് തോന്നുന്നു. വട്ടവർ പുള്ളി മാരീഡ് അല്ല, പക്ഷെ പുള്ളിയുടെ സ്റ്റോറി പറയായിരുന്നു. അപ്പൊ ഞാനാണ് ആദ്യം ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞില്ല. പക്ഷെ പുള്ളി ലൈഫ് സ്റ്റോറി പറയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞപ്പോഴേ പുള്ളി പൊട്ടിക്കരയുവാണ്. എങ്ങനെ അടിച്ച് കരയണം. ഈസ് എ ലോയർ, അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം നല്ലൊരു ഷെഫാണ്, ഇന്റർനാഷണൽ ഷെഫാണ്. കൂടെ ഒരുപാട് പുസ്തകങ്ങൾ, അതിന്റെ സ്റ്റോറി ടെല്ലർ 2
അദ്ദേഹം കരയണമെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ആണുങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു പദം പറഞ്ഞപ്പോൾ തന്നെ അവിടെ തീർന്നു. അല്ല, ഒരു പെണ്ണിന്ന് ആണിതാ ജീവിക്കാം, പക്ഷെ ഒരു ആണെന്ന് പെണ്ണിതാ ജീവിക്കാൻ പറ്റുന്നത്. ദാറ്റ്സ് എ പോയിന്റ്. അതൊരു കറക്റ്റ് ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഫാമിലി. അവർ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടവല്ലോ പലരിലും. അപ്പൊ അവർക്ക് ആ ഒരു സഹനശക്തി ടോളറൻസ് കുറച്ച് കൂടുതലാണ്. അതെ. പിന്നെ നമ്മൾ ഇനി നമ്മുടെ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രോബ്ലമാണ്, ഒരു പ്രോബ്ലം വരുമ്പോ ആണെങ്കിൽ കുറച്ച് ലോജിക്കലി ചിന്തി, പെണ്ണുങ്ങൾ വളരെ ഇമോഷണലോ എല്ലാവരും അല്ല. അതെ. ഇപ്പൊ നമ്മൾ സിനിമ പിന്നെ ഈ പെണ്ണുങ്ങൾ ഈ ആണെങ്കിൽ പെണ്ണുങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തി ഇത്ര നാൾ അടിച്ചമർത്തിക്കൊണ്ട് പെട്ടെന്ന് അവർ പൊങ്ങി വരുമ്പോ അവർക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അത് ആണുങ്ങൾ കാരണമാണ്. പണ്ട് സപ്രസീവ് കൊണ്ടാണ്. അതെ. പണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരെല്ലാം സപ്രസീവ് ആയിട്ടുള്ള അവര് ഇപ്പം ചായ ഇരിക്കുന്നിടത്ത് ചായ കൊണ്ട് കൊടുക്കും. അവർക്കെല്ലാം ഇപ്പൊ പുതിയ ജനറേഷൻ പെണ്ണുങ്ങളോട് അസൂയാണ്. അവർക്കൊന്നും ഫ്രീഡം ഇല്ല. ഈ പുതിയ ജനറേഷൻ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന ഈ സ്ത്രീകൾ തന്നെയാണ്. എന്തുകൊണ്ട് അവർക്ക് കിട്ടാത്ത ഫ്രീഡം ഇവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷെ ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെട്ട കുറെ ആൾക്കാർ ഇപ്പൊ ആണുങ്ങൾക്ക് കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുക, കാമുവിന് കയറിലിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പണ്ട് ആണുങ്ങളായിരിക്കും പെണ്ണുങ്ങളെ കൊടുക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിലും പറയാറുണ്ട്, പണ്ട് നമ്മുടെയൊക്കെ അമ്മമാരുടെ ജനറേഷൻ അല്ലെങ്കിൽ 80s അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളാക്കി വഴി തള്ളിയ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. പഴയ സിനിമകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം. ഇന്നത്തെ ആൺകുട്ടികളെന്നാലും പെണ്ണിനെ ഗർഭിണിയാക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തേച്ച് കിട്ടി ആ തേപ്പ് മേടിച്ച് പെട്ടിയിൽ മടക്കിയിട്ട് പോകാന്നല്ലേ ഉള്ളൂ. അത്രയെങ്കിലും ആശ്വസിക്കാന്ന് ഞാൻ പറയാറുണ്ട് പെൺകുട്ടികളുടെ. അവർക്ക് ട്രൂ ലവ് ഒന്നുമില്ല, പക്ഷെ അവര് സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് അല്ല. ഈവൻ ഒരു ബ്രേക്കപ്പ് വന്നാൽ പോലും ആളുകൾ കുറയുണ്ട്. പണ്ട് ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടായി. പിന്നെ പണ്ടല്ലേ നിരാശകാവന്മാര്. ഇപ്പൊ നമ്മുടെ കോളേജിൽ നമ്മളെടുത്ത് നോക്കിയാലും കഞ്ചാവ് എടുത്തിറക്കുന്ന എന്താ ഇതാണ് ഒരു ട്രൂ ലവ് ആണ്. പക്ഷെ അത് വേറെ ലോജിക് ഉണ്ടാവില്ല, ഇമോഷൻ മാത്രം. അതെ ഇമോഷൻ മാത്രമാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ച് പ്രാക്ടിക്കലാണ്. അവരിപ്പോ ഒരു ബ്രേക്കപ്പ് ആയി ആത്മഹത്യ ചെയ്യുക, അങ്ങനെ അത് കുറഞ്ഞിട്ടുണ്ട്. അതെ. ഇപ്പൊ നമ്മളിപ്പോ സിനിമയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ പാർവതി തിരുവോത്തിന്റെ കാര്യം അല്ലെങ്കിൽ ടോവിനോയുടെ കാര്യം, നല്ല സിനിമകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അവാർഡ്സിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇപ്പൊ എല്ലായിടത്തും ട്രൂ ഇല്ല, അതുപോലെ അവാർഡിലും ട്രൂ ഇല്ല. ഇപ്രാവശ്യത്തെ 71ാമത്തെ നാഷണൽ അവാർഡ് എന്ത് തോന്നിവാസമായിരുന്നു. അത് എന്താണ് സന്തോഷം തോന്നുന്നത്? 71ാമത്തെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ അവാർഡ് കൊടുത്തത് ഷാരൂഖ് ഖാൻ. ജവാന് ഷാരൂഖ് ഖാൻ, അല്ലു അർജുന് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ പറഞ്ഞ കൊടുക്കേണ്ട ആൾ ആടുജീവിതത്തെ കുറിച്ച് അതിന്റെ ജൂറി അംഗം പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഇത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര പെയിൻ എടുത്തു. 2-3 വർഷത്തെ അത് പോട്ടെ, അത്രയും വെയിറ്റ് പൃഥ്വിരാജിന്റെ അധ്വാനം പോട്ടെ. ആ സിനിമ അതൊരു നോവലിനെ അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയാണ്. ആ നോവൽ മലയാള നോവൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലറാണ് ബെന്യാമിന്റെ ആടുജീവിതം. ആ ആടുജീവിതം അതിമനോഹരമായിട്ട് ബ്ലസ്സി ചെയ്തു, അതിമനോഹരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. ലോക മലയാളികൾ മാത്രമല്ല പല ഭാഷയിലുള്ളവർ അംഗീകരിച്ചൊരു സാധനം അയാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ പേരിലാണ്. കിരീടം മോഹൻലാലിന്റെ 3 പടം അന്നുണ്ടായിരുന്നു. കിരീടം, ദശരഥം, വരവേൽപ്പ, എല്ലാരും പൊളിയാണ്. ഈ മമ്മൂട്ടി പറയുന്ന ആള് ശ്രീകുമാരൻ നമ്പി പറഞ്ഞാണ് KG ജോർജിനെ വിളിച്ചു പറഞ്ഞ KG ജോർജ് അവിടുത്തെ ഈ ബുദ്ധിയിൽ എല്ലാം വെള്ളം ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത അവാർഡ് മമ്മൂട്ടി കിട്ടി. വടക്ക് വീരകാതിൽ മോഹൻലാൽ കിട്ടേണ്ടതാണ്. ഇങ്ങനെ എത്രയോ അവാർഡ് ആൾക്കാർ. ഇയാള് എന്താണ് ശിവാജി ഗണേശൻ വലിയൊരു ആക്ടറാണ്, ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. ദിലീപിന് കുഞ്ഞിക്കൂടിന് അവാർഡ് കിട്ടിയില്ല. അമിതാഭ് ബച്ചൻ കിട്ടിയ 4 നാഷണൽ അവാർഡ് ജനുവനല്ല. ഫസ്റ്റ് പെരുന്തച്ചൻ തിലകനുണ്ടായ അത് കഴിഞ്ഞ പിന്നെ മോഹൻലാലിന് പരദേശിൽ മറ്റേ തന്മാത്രയിൽ കണ്ടുകൊണ്ട് എല്ലാം അവര് നോർത്ത് ഇന്ത്യൻ ലോബിയാണ്. ജൂറിയിൽ നമ്മുടെ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ കുഴപ്പം പറഞ്ഞാൽ ഈ നാഷണൽ അവാർഡ് നായക റോൾസാണ് കൊടുക്കുന്നത്. ഇപ്പൊ 20 മോഹൻലാൽ നായകനല്ല അവാർഡ് കൊടുത്തു. ഇപ്പൊ ഓസ്കറാണ് അങ്ങനെയല്ല. ഇപ്പൊ എന്താണ് ആക്ച്വലി ബിജു ഇല്ലേ, അതിൽ വെഞ്ഞാറമൂട് ചെയ്ത ഒരു ചെറിയ സീനുണ്ട് 1 മിനിറ്റുള്ള. ഓസ്കർ ആണെങ്കിൽ അവർ അവാർഡ് കൊടുക്കും. ഇവിടെ മെയിൻ നായകനെ കൊടുക്കുള്ളൂ. അത് അയാളുടെ വിജയമല്ലേ. അത്രയും കൊമേഡിയൻ ആയിട്ടൊരു ആർട്ടിസ്റ്റ് സ്വന്തം മകളല്ല എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് ആ വികാരം അവതരിപ്പിച്ച സുരാജിന്റെ ഒരിക്കലും വിചാരിച്ചില്ല കോമാത്ര മാത്രമേ പറ്റുള്ളൂ വിചാരിച്ചു. അതോടുകൂടി അയാളുടെ കരിയർ മാറി, കരിയർ ചേഞ്ച് ആയി. പക്ഷെ അത് കൊടുത്തില്ല. അവാർഡ് ജനുവൻ. ഇപ്പൊ നൊബേൽ പ്രൈസ് ആയാലും ഒരു അവാർഡും ജനുവനല്ല. ആ ജൂറിയിൽ കുറച്ച് അത് പൃഥ്വിരാജ് പറഞ്ഞാട്ടെ എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അത് ജഗദീം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമീർ ഖാൻ അവാർഡ് വാങ്ങില്ലല്ലോ. അമീർ ഖാൻ അവാർഡ് വാങ്ങില്ല, പടങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അയാൾ അവാർഡ് വാങ്ങില്ല, കാരണം അവാർഡ് ജനുവനല്ല. അതോടുകൂടി നമുക്ക് ജൂറിയിൽ നമുക്ക് വേണ്ടി ആൾക്കാർ വേണം. ഇപ്പൊ ഈ ജവാൻ പോയത് എന്തുകൊണ്ടാണ്? അന്ന് ദാദാ ഷാഹിഫ് ഫാൽക്കെ ലാലേട്ടൻ അതുപോലും കമലഹാസനാണ് കുറച്ചും ഡിസ്റ്റർബ് ചെയ്യുന്നത്. പക്ഷെ മമ്മൂട്ടിക്കാരൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. രജനികാന്ത് കൊടുത്തിട്ടുണ്ട്, കമലഹാസൻ കൊടുത്തിട്ടില്ല. അവിടെ പൊളിറ്റിക്സ് ആണ്. നമ്മുടെ ജയറാമിന്റെ കാര്യം തന്നെ എടുക്കാമല്ലോ. ജയറാമിന് മിക്ക അവാർഡും കിട്ടിയിട്ടില്ല. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് അവാർഡ് ഉണ്ട്. 2000 ഇപ്പൊ പ്രണയം എന്ന മൂവിക്ക് മോഹൻലാലിന് കിട്ടുന്ന
അവാർഡ് അന്ന് ഗണേഷ് കുമാർ സാംസ്കാരിക മന്ത്രി ആയതുകൊണ്ട് ഒരു ദിലീപിന് കിട്ടി. ഇതെല്ലാം biased ആണ്. പ്രണയം അതുപോലെ തന്മാത്ര ഇങ്ങനെയുള്ള പടങ്ങളൊന്നും വേറെ ആരും ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തിട്ടില്ല. ഇന്ത്യൻ സിനിമാസ് ചതയത്തിന് മോഹൻലാൽ കിട്ടിയില്ല. ചതയം മോഹൻലാൽ ചെയ്ത മൂവി അന്ന് കിട്ടിയില്ല. അതെ, സതയം ഇന്നത്തെ സൈക്കോയെ 20 വർഷം മുമ്പ് പുള്ളി കാണിച്ചു. സതയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. അതായത് എന്താണ്, അതുപോലെ അഹം അന്ന് കമലാസം പറഞ്ഞു ഈ അവാർഡ് ഞാൻ അർഹിക്കുന്നില്ല, മോഹൻലാലിന് കൊടുക്കേണ്ടോ. തീർച്ചയായിട്ടും. അപ്പൊ അവാർഡ്സ് ഒന്നും ജെന്യൂൻ അല്ല. അവാർഡ്സ് ഒന്നും ജെന്യൂൻ അല്ല. അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു 5-6 പേര് ജൂറി ഞാൻ തീരുമാനിക്കണം. ഷെയർ ചെയ്യുക. എന്തിനാണ് ഏറ്റവും ബെസ്റ്റിനല്ലേ അവാർഡ് കൊടുക്കേണ്ടത്? അതെങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്? അപ്പൊ ഷെയർ അത് ഒരു ചാനലിൽ ഞാൻ ഒരാൾ പറയുന്നത് സത്യമാണ്. അയാൾ പറഞ്ഞപ്പോൾ ഇന്നലെ ഉർവശി മാഡം പറഞ്ഞല്ലോ അവർക്ക് സഹനടി റോൾ കൊടുത്തത്. അതെ, സഹനടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് തീർച്ചയായിട്ടും മാനദണ്ഡം ഇവിടെ 20 നടക്കുമ്പോ വിളിച്ചു ചോദിക്കുകയാണ്, സുഹാസിനെ വിളിച്ചു ചോദിക്കുകയാണ്, ഇല്ല നായകനാരും മോഹൻലാലാണോ പ്രകാശ് രാജ നായകനെ കൊടുക്കും. എന്തുപരിപാടിയാണ്? അതെ, അതെങ്ങനെയാണ്? കോമഡി അവാർഡ്, കൊമേഡിയൻ മാത്രം അവാർഡ്. ഇതിൽ ജഗദീഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ്. അതെ, ജനങ്ങളുടെ അവാർഡ്. എങ്കിലും നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഒരു അവാർഡാണ് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത്. മമ്മൂട്ടിക്ക് അതിലൊക്കെ ഇങ്ങനെ ഇത്രയും മമ്മൂട്ടിക്ക് 10 വർഷം കിട്ടിയിട്ടില്ല, ദാദാ ഷൈഫൽ കിട്ടില്ല. പൊളിറ്റിക്കൽ ഇതാണ്, പൊളിറ്റിക്കലാണ് ഇതിന്റെ മുഴുവൻ കിട്ടുന്നത്. ലാലേട്ടന് പുലിമുരുകനിൽ ഫെസ്റ്റിവൽ ജൂറി അവാർഡ് കിട്ടി. ആ പുള്ളി പുലിമുരുകൻ ഫെസ്റ്റിവൽ ജൂറി അവാർഡ് ഒരു ആവശ്യമില്ല. അവാർഡ്സ് ഒന്നും ജെന്യൂൻ അല്ല. നമ്മുടെ ആൾക്കാർ അവിടെ വേണം. നമ്മുടെ ഇപ്പൊ തന്നെ ഈ കുറച്ച് കഴിഞ്ഞ പണ്ടൊക്കെ പിന്നെയും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ചിടയായിട്ട് ഇപ്പൊ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ പടം നല്ല മൂവിയായിരുന്നു. അത് അതില് പാർവതി തിരുവോത്തിനേക്കാളും അല്ലെങ്കിൽ അതോടൊപ്പം ഉർവശി മാം അഭിനയിച്ച അല്ലെങ്കിൽ അവര് ആ പ്രായത്തിൽ ആ ഒരു വികാര വിക്ഷുബ്ധത കാണിക്കാൻ എനിക്ക് എല്ലാവരും ഉർവശി മാം പറയും. എനിക്ക് ഉർവശിയെക്കാട്ടും കുറച്ച് റേഞ്ച് തോന്നുന്നത് മഞ്ജു വാര്യറാണ്. അവർ രണ്ടാമത് അവർ ഒതുക്കിയിരിക്കുക. എത്ര നല്ല സിനിമ ചെയ്തു, എല്ലാം ഫ്ലോപ്പാണ്. മഞ്ജു വാര്യരുടെ സിനിമ റേഞ്ച് ഭയങ്കര. പക്ഷെ അവർ ത്രൂ ഔട്ട് കോമഡി ചെയ്തിട്ട് ഇന്ന് അവർ ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് ആണ്. അവർ ആ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അത് പുരുഷാധിപത്യത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. തീർച്ചയായിട്ടും. കാരണം പുരുഷാധിപത്യത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ രണ്ടാമത് വന്നപ്പോൾ ലാലേട്ടൻ മാത്രമാണ് കുറച്ച് ചാൻസ് കൊടുത്തത് സിനിമയില. വേറെ ആരും ചാൻസ് കൊടുത്തില്ല. പുരുഷാധിപത്യത്തിന്റെ ഇരയായിട്ടാണല്ലോ അവര് സിനിമ മാരീഡ് ലൈഫിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. സ്വന്തം മകളെ വരെ അവിടെ കൊടുത്തിട്ടാണ് അത് അവര് പോരുന്നത്. ഒരു സിംഗിൾ മൊമെന്റ് വാങ്ങിച്ചില്ല. 450 രൂപ 500 രൂപ കണ്ട കയ്യിലുണ്ട്. ഇന്നും റീൽസിൽ പിടിച്ചിരിക്കുന്നത്. കാരണം ഇന്നും ഇപ്പൊ അവർക്ക് ജീവിക്കാം, അവർക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അതിനുള്ള സമ്പാദിച്ചിട്ടുണ്ട്. ഇനി സിനിമയിലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അവര് ഒരുപാട് ക്യാൻ കെയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആക്രമിക്കപ്പെട്ട് നടിയെ കൂടെയാണ് പറയുമെങ്കിൽ സപ്പോർട്ട് കുറ്റാരോപണമാണെങ്കിലും ദിലീപിനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ അവരെ കുറിച്ച് പറയുന്നത്. എന്നാലും ഈ ആക്രമിക്കപ്പെട്ട് നടിക്കേണ്ടി വാദിക്കാൻ ആരുമില്ല. പേര് പറയും 7 വർഷം പെണ്ണുങ്ങൾ പോലും ഇന്നും ആ വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു. അവര് ഇന്നും ഇഷ്ടമാണ് എനിക്ക്. അവരെ ആ 7-7.5 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് നീതി കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. അവരൊരു അവിടെ വേറെ സംഭവം ഉണ്ട്. ദിലീപ് ട്രാപ്പ് ആണെങ്കിൽ പറയണ്ട, അത് ട്രാപ്പ് ആണ് ദിലീപ് അനുഭവിക്കുന്നു ഓർക്കണം. ട്രാപ്പ് ആണെങ്കിൽ എന്തോ കളി നടന്നെന്ന് പറയണ്ട. കളി നടന്നെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇതിപ്പോ എന്താണ് ദിലീപിന് അറിയില്ല, കുറ്റാരോപണം പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ദിലീപും കൂടെ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവരാ. ഈ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും ആ പെണ്ണ് അനുഭവിച്ച അത്രയും ആഴങ്ങൾ എന്തായാലും ദിലീപ് അനുഭവിച്ചിട്ടില്ല. അയാളാണ് ചെയ്യുന്നത്. അയാൾ 90 ദിവസം 85ഓളം ദിവസം ജയിലിലിട്ടു. അതിനുശേഷം അത് മാത്രമാണ് സുഖമായ ജീവിതം എന്ന് പറയുന്നത്. സുഖമായ ജീവിതമായിരുന്നു പറയപ്പെടുന്നു. ആയിരിക്കുമല്ലോ, കാരണം അയാൾ കത്ത് നിൽക്കുന്ന സമയമാണ്. അയാൾ ലാസ്റ്റ് പടമായിട്ടുള്ള അയാളുടെ രാമലീല പോലും വമ്പൻ ഹിറ്റ് അടിച്ചു. പിന്നീടുള്ള പടങ്ങളൊന്നും ജനങ്ങളിൽ പക്ഷേ ജനങ്ങളുടെ അയാൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം അയാൾ എത്രയോ സിനിമകൾ വർഷങ്ങൾക്ക് ഇപ്പുറം ചെയ്തിട്ടും ഒരിക്കലും പഴയ ഹിറ്റ് അടിച്ചിട്ടില്ല. എങ്കിലും കഴിഞ്ഞ ഇറങ്ങിയ സിനിമയൊക്കെ നല്ല സിനിമകളായിരുന്നു. ദിലീപിന്റെ സിനിമ മറ്റേ ഓൺലൈൻ മീഡിയയെ കുറിച്ച് കാണിക്കുന്ന ഒരു പുതിയ നല്ല പടമായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ നല്ല പടമായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നും ജനഹൃദയത്തിൽ ദിലീപില്ല? എനിക്ക് ഇന്ന് ഞാൻ ദിലീപിന്റെ പടങ്ങൾ കാണത്തില്ല. കാരണം എനിക്ക് എപ്പോഴും ആ നടിയെ ഓർമ്മ വരും. അപ്പൊ എന്തിന്റെ പേരിലും ആയിക്കോട്ടെ ഒരു പ്ലാൻ കുറ്റാരോപിതനാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റാരോപിതനാണ്. ഇവൻ പുള്ളി ഇന്നസെന്റ് ആണ്. പുള്ളി എത്ര അനുഭവിച്ചിട്ടുണ്ടോ? ഇന്നസെന്റ് ആണെന്ന് അയാൾ പ്രൂവ് ചെയ്യാനാണല്ലോ ഇപ്പൊ കിടന്ന് പെടാപ്പാട് വിടുന്നത്. എങ്കിൽ പിന്നെ അയാൾ എന്തുകൊണ്ട് രാമൻ അഡ്വക്കേറ്റ് കേസ് അറ്റൻഡ് ചെയ്യുന്നു? അടുത്ത വർഷം കോൺഗ്രസ് പുള്ളി കോൺഗ്രസ് ആണ്. ഈ പറയപ്പെടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നടി ഓപ്പൺ ആയിട്ടുള്ള വിചാരണയ്ക്ക് തയ്യാറാണ്. അതിന് കോടതി അനുവദിക്കുന്നില്ല. പ്രൈവറ്റ് വേണമെന്ന് അവർ പറയുന്നത് അവർ ഓപ്പൺ വിചാരണയ്ക്ക് തയ്യാറാണ്. പക്ഷെ അവർ സമ്മതി. അപ്പൊ ഇതിലൊക്കെ എന്താണ് നടക്കുന്നത്? നമ്മൾ നമ്മുടെ സമൂഹത്തെ കുറിച്ച് അത്രയും ബോൾഡ് ആയിട്ട് വരുവാണ് ഇയാൾ അവിടാണ് ദിലീപ് അവിടെ താളം തെറ്റിപ്പി. കാരണം അവര് ആ സമയത്ത് അവര് പോപ്പുലർ ആയിട്ട് ശോഭ ആക്ട്രസിന് ബാലുമേന്ദ്ര പറഞ്ഞ ആൾ ചെയ്തിട്ട് അന്ന് കേസ് കൊടുവായില്ല. എന്നിട്ട് KG ജോർജ് പറഞ്ഞ ആള് ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് സിനിമ ഉണ്ടാക്കി ബാലുമേന്ദ്രനെ സപ്പോർട്ട് ചെയ്തു. എത്രയോ നടിമാരുടെ ജീവനം പോയിട്ട്, എത്രയോ നടിമാർ ആത്മഹത്യ, വിജയശ്രീ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന്
ചെയ്തില്ലേ 21 വയസ്സുള്ള മറ്റൊരു നടിയെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അതിന്റെ ഇത് വായിച്ചു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, WCC വന്നുകൊണ്ട് ഇപ്പൊ കുറച്ച് പേടിയുണ്ട്. മറ്റേ ഫ്രീ ആയിട്ട് ചോദിക്കാൻ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ മ്യൂച്വൽ അഗ്രിമെന്റ് ആണ് കുഴപ്പമില്ല, ഇത് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചാൻസ് പറഞ്ഞെങ്കിൽ മണ്ടൽ എത്ര നടിമാർ ജീവനം പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പാവാടാന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങിയതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈവൻ സിൽക്ക് സ്മിത എല്ലാവരും മോശം കണക്കാക്കും, പക്ഷെ അവർക്ക് ഒരുപാട് നല്ല സിനിമ ചെയ്യാനാണ് താല്പര്യം. അവര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സിനിമ ഈ കാണണല്ലോ ഇതിന്റെ അപ്പുറത്താണ് നടക്കുന്നത്, അവരെല്ലാം പുരുഷാധിപത്യമാണ്. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന ഈ സിനിമകളിൽ ഈ പാവാട പോലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ പണ്ടൊക്കെ സിനിമ നല്ല ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് വെച്ചിട്ട് അവരുടെ മുഖം മാത്രം വിട്ടുവെച്ച് ബാക്കി മറ്റേ വിജയശ്രീക്ക് സംഭവിച്ചു ബാക്കി മറ്റ് സിനിമകളുടെ മറ്റേ ബി ഗ്രേഡ് സിനിമകൾ അഭിനയിക്കുന്ന നടിമാരുടെ ബോഡി വെച്ചിട്ട് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാർ കോടമ്പക്കത്തും മദ്രാസിലൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്രയോ നടിമാര്. കേസ് പോലും ആയില്ല. ഇപ്പൊ ഈ മീഡിയ കൊണ്ടാണ് ദിലീപിന് പറ്റിയ അടിയെത്തി ഇങ്ങനെ ഫിനിക്സ് പക്ഷിയെ പോലും ഉയർത്തെഴുന്നത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം കരുതിയത് കഴിഞ്ഞ അതെ ഓൺലൈൻ മീഡിയയിൽ അക്കാര്യത്തിൽ അവരെ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഒരുപക്ഷെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇന്ന് മുക്കിക്കളഞ്ഞാനെ. കാരണം മറ്റേ ലാലേട്ടൻ എമ്പുരാനിൽ പറയുന്ന പോലെ ഉറിഞ്ചിക്കടിക്കുക എല്ലിൻ കഷ്ണത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു മാധ്യമമാണല്ലോ. പൈസ ആര് കൊടുക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ സംസാരിക്കുന്നത്. മീഡിയക്ക് പ്രശ്നമുണ്ട്. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ളതുകൊണ്ട് അവരത് ചെയ്യും. അവർ കൂട്ടിപ്പോയി അടുത്ത് ചെയ്യും, അത്ര അവർ ചിന്തിക്കുന്നുള്ളൂ. കാരണം പൈസ മുടക്കൊന്നുമില്ലല്ലോ, അവർക്ക് പറയാം. അതുകൊണ്ട് ഓൺലൈൻ മീഡിയ ഇപ്പൊ ഇച്ചിരി പേടിക്കുന്നുണ്ട്. പക്ഷെ ഓൺലൈൻ മീഡിയയാണ് എന്നെ കോമാളിയാക്കി മാറ്റിയത്. നമ്മുടെ വനിതാ ടീയത്തിൽ എന്ത് ചെയ്യുന്ന ഈ പാപ്പരാശിയിലാണ് സാബുവൻ പറഞ്ഞത്, എന്റെ എതിരാളിയാണെങ്കിൽ ഞാൻ പറയാം ശരിയാണ്, ഏതൊക്കെ ആംഗിളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്ന അറിയില്ല. എന്നിട്ട് നമ്മൾ പറയാത്ത കാര്യം ഇപ്പൊ അമിത് ചാക്കിലൊക്കെ ആക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇവ ഭയങ്കര തലയാണ് എന്റെ ഒപ്പം പഠിച്ചത്. ഇവര് പറഞ്ഞറിയാം അമിത് ചാക്കിൽ പറഞ്ഞു ആരാട്ടർ പണ്ടേ കോഴിയാണ്, ഇല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പലതും ഇല്ലാത്ത പറയും. പക്ഷെ എനിക്ക് അവരോട് ദേഷ്യമില്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ ജീവിക്കാൻ വേണ്ടി ഒരാളെ ഇങ്ങനെ കോമാളിയാക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് വിശന്ന് കടത്താ ബൈബിൾ പറയേണ്ടി വിശന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവരുടെ വീട്ടിൽ അമ്മയോ പെങ്ങളെയോ അച്ഛനെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിലോ? അല്ല, വിശന്ന് കട്ടാൽ കുഴപ്പമില്ല, ബൈബിളിൽ പറയുന്ന സംഭവം ഉണ്ട്. ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം കുറെ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചതാ. അതെ, അത് സന്തോഷിന് നല്ല മനസ്സിലായി. ഇവരുടെ നീഡാണ്, ഗാന്ധി പറഞ്ഞോളൂ ഇവരുടെ നീഡാണ്. പക്ഷേ സാറ്റലൈറ്റ് മീഡിയക്ക് ഗ്രീഡാണ്. അതെ, തനിക്കെതിരെ ഒരു കേസ് വന്നു അല്ലെ, ഒരു മോശം പദം ഉപയോഗിച്ചു, തനിക്ക് എത്ര പേർക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നു, എന്നിട്ട് താൻ ആർക്കെതിരെ ഒരുപക്ഷെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ പോലും കുറെ കൂടെ നല്ല ഫെയിം താങ്കളിലേക്ക് വരും. എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ തന്നെ. അതുപോലത്തെ കാര്യങ്ങളാണ്. 2 ദിവസം എന്റെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വളരെ മോശം കാര്യമാണ്. തീർച്ചയായിട്ടും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് ഓൺലൈൻ മീഡിയക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് ചെയ്യാം. കാരണം ഇപ്പൊ ഞാൻ താങ്കളെ ഈ റിയാലിറ്റിയിലേക്ക് വിളിച്ചെടുത്തുമ്പോഴും ഞാൻ പറയുന്നുണ്ട് താങ്കളുടെ ഒരു മോശം വേർഡും ഇന്നത്തൊന്നും പുറത്തേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ മോശം കട്ട് ചെയ്ത് പോകത്തില്ല. താങ്കൾ എന്താണോ ഇപ്പൊ പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായിട്ടും പുറത്തു പോകും. അതിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യും. പക്ഷെ മറ്റൊരു മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും അവരെ നിർത്തിക്കും. അവർ അതിനുള്ള പറ്റി ഇപ്പൊ ഞാൻ പോലും അത് ചെയ്തിട്ടുണ്ട്. ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഷോയെ മോശം പറയില്ല, ആൾക്കാരെ ഇരുത്തി പൊരിപ്പിക്കുന്ന 2 രീതിയിൽ പൊരിപ്പിക്കാം. നമുക്ക് അവരുടെ അന്തസ്സായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ച് പൊരിക്കാം. അല്ലാതെ അവർ പറയുന്നതിനെ കുറിച്ച് വളച്ചൊടിച്ച് ആ പറഞ്ഞതിനെ കുറിച്ച് കട്ട് ചെയ്ത് വ്യംഗ്യാർത്ഥങ്ങൾ ഉണ്ടാക്കി മണിപ്പൂരം കാണിച്ചിട്ടില്ല. മണിപ്പൂർ ഒരു കോമാളി കാണിച്ചു എന്റെ പല എക്സ്പ്രഷനിലും എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്താണ് ഇവർ കാണിക്കുന്നത്. അതെ, ഇപ്പൊ പല പെൺകുട്ടികളെ ഈ 2K പുതിയ പെൺകുട്ടികൾ അവർ വിചാരിച്ചു ഞാൻ കോമാളിയാണ്. അവർ കണ്ടിരിക്കുന്ന എന്റെ ട്രോളുകൾ മാത്രമാണ്. പക്ഷെ അവിടെ എനിക്കൊന്ന് സന്തോഷം കുറച്ച് പാകപ്പഴകൾ പറ്റിയിട്ടുണ്ട്. കാരണം ഇമേജ് കോൺഷ്യസ് ആവണേ. എനിക്ക് പറ്റിയ പ്രോബ്ലം പറഞ്ഞാൽ ഞാൻ വയറുള്ള സമയത്ത് എന്റെ ഫാദർ ഹോസ്പിറ്റലായിരുന്നു, പുള്ളി മരിച്ചുപോയി. അപ്പൊ എനിക്ക് അത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ പറ്റിയില്ല. ഇമേജ് കോൺഷ്യസ് ആയിരുന്നു. ഫാദർ എന്ന് മരിച്ച ഫാദർ വയറിലായി 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതല്ല എന്നെ വർഷങ്ങളായോ അതോ? അല്ല, ഇപ്പൊ 3 വർഷമായി വയറിലായി. അതല്ല എനിക്ക് പറഞ്ഞ ഇമോഷണൽ ആണ്. അതുകൊണ്ട് എനിക്ക് ഇമേജ് കോൺഷ്യസ് ആവാൻ പറ്റിയില്ല, പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അതല്ല ഇവര് അത് യൂട്ടിലൈസ് ചെയ്തു പല കാര്യങ്ങളും താങ്കൾക്ക് ആ ഒരു ബോധം മനസ്സിലല്ലാതെ സംഭവിച്ചാന്ന് എനിക്ക് ഇമോഷണൽ ആയിട്ട് റാഷണൽ ആവാതെ ഇമോഷണൽ ആയി ചെയ്ത കാര്യങ്ങൾ ഇവർക്ക് എന്റർടൈൻമെന്റ് ആയി. അതെ, സത്യം. ഇപ്പൊ ഞാൻ റാഷണലായി, ഇപ്പൊ കുറച്ച് റിക്കവറി റാഷണലായപ്പോ ആൾക്കാർക്ക് വേണ്ട. അത് പതുക്കെ കേരളത്തില് തിയേറ്റർ റിവ്യൂടെ ആദ്യം തുടങ്ങിയ ആളെയാണ്. റിവ്യൂ ഉണ്ട് ഓൺലൈൻ ആയിട്ടും ഈ കോവിഡിന് ഓൺലൈൻ വീഡിയോ മുങ്ങിയത് ഇതിലൂടെയാണ്. അതെ, പിന്നെ ഈ ഇതിനെല്ലാം സ്റ്റാർട്ടിങ് ഞാൻ കൊടുത്തതാണ്.